കഴിയുമ്പോൾ ഞങ്ങൾ പോയി ബാലറ്റ് വാങ്ങിച്ച് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തില്ലെങ്കിൽ അത് കേരളത്തിൽ മുഴുവൻ വലിയ വാർത്തയായിട്ട് വരും. മേയർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുകഴിഞ്ഞു എന്നായിരിക്കും വാർത്ത. ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ കുട്ടികളാണ്, എല്ലാവരുടെയും കണ്ടാലറിയാം. നിങ്ങളോട് കാര്യം പറയാനുള്ളത്, പിന്നെ എല്ലാവരും പറയാറുണ്ടായിരിക്കും ഈ പ്രായം കടന്നാണ് ഞങ്ങളൊക്കെ വന്നതെന്ന്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗന്ദര്യാത്മകമായ പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ മേയറാവുന്ന അറിഞ്ഞതിൻ്റെ അന്ന് രാത്രി തന്നെ മാർവൻസ് കോളേജിൽ 93-95 കാലഘട്ടത്തിൽ എന്നോടൊപ്പം പഠിച്ചവർ പലരും വിളിച്ചിരുന്നു. അതായത് 45-48 വർഷം മുമ്പ് ഒരുമിച്ച് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചവരാണ് വരുന്നത്. ഇതൊക്കെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ഒരു ഹൃദയബന്ധമാണ്. നിങ്ങൾ ആ പ്രായത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് മേയർ ആയതിന് ശേഷം ആദ്യമായൊരു വിദ്യാലയത്തിൽ പരിപാടിക്ക് പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്തെ കവടിയാറിലുള്ള സാൽവേഷൻ ആർമി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് കുട്ടികളുമായി അദ്ദേഹം സംവദിക്കാൻ വേണ്ടി പോകുന്നത്. കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മായ കൗൺസിലർ ഞാൻ മേയറൊക്കെ ആയെങ്കിലും തുടർന്ന് ഉള്ള പ്രൊസീജിയറുകളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ. അതിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള വോട്ടിംഗ് അവിടെ ആരംഭിച്ചു. ഞങ്ങൾ 100 പേര് വോട്ട് ചെയ്യണം. ആദ്യത്തെ 4-5 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മായരെയൊക്കെ പേര് വിളിക്കും. എൻ്റെ 21ാമതാണ്. അപ്പോൾ പേര് വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി ബാലറ്റ് വാങ്ങിച്ച് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തില്ലെങ്കിൽ അത് കേരളത്തിൽ മുഴുവൻ വലിയ വാർത്തയായിട്ട് വരും. മേയർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുകഴിഞ്ഞു എന്നായിരിക്കും വാർത്ത. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. 21ാമത്തെ പേരാവുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തലയെടുപ്പോടെ തിരുവനന്തപുരത്ത് കേരളത്തിൽ ഉള്ളൊരു കലാലയമാണ്, ഒരു സ്കൂളാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ സാൽവേഷൻ ആർമി ഈ സ്കൂൾ. ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ കുട്ടികളാണ്, എല്ലാവരുടെയും കണ്ടാലറിയാം. നിങ്ങളോട് കാര്യം പറയാനുള്ളത്, പിന്നെ എല്ലാവരും പറയാറുണ്ടായിരിക്കും ഈ പ്രായം കടന്നാണ് ഞങ്ങളൊക്കെ വന്നതെന്ന്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗന്ദര്യാത്മകമായ പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ 2 വർഷം ക്ലാസ്സിനുള്ളിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാകുമ്പോൾ തന്നെ അതിനപ്പുറം 2 വർഷത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ, സമൂഹത്തിൽ നിങ്ങൾ ആർജിച്ച അനുഭവങ്ങൾ, ഇപ്പോൾ കിട്ടുന്ന പരസ്പര ബന്ധങ്ങൾ. കാരണം ഈ ഇരിക്കുന്നതിൽ പലരും നാളെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, ജോലിയുമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുവാനൊക്കെയുള്ള അവസരം. ഞാൻ ഓർക്കുന്നത്, ഞാൻ മേയറായെന്നറിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഞാൻ മേയറാവെന്ന് അറിഞ്ഞതിൻ്റെ അന്ന് രാത്രി തന്നെ മാർവൻസ് കോളേജിൽ 93-95 കാലഘട്ടത്തിൽ എന്നോടൊപ്പം പഠിച്ചവർ പലരും വിളിച്ചിരുന്നു. അപ്പോൾ ദുബായിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചാർജ് ഏറ്റെടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 8-10 പേര് എവിടെയൊക്കെ ഉണ്ടായിരുന്നവരാണ്. ചിലർ അധ്യാപകരാണ്, ചിലർ ഡോക്ടേഴ്സാണ്, ഒരാൾ ദുബായിൽ നിന്ന് വന്നവരാണ്. അവരൊക്കെ കൂടെ എൻ്റെ റൂമിലെത്തി. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല, അവരങ്ങ് വരികയാണ് ചെയ്യുന്നത്. നല്ല തിരക്കായിരുന്നു, എങ്കിലും ഒരു 2 മണിക്കൂർ എൻ്റെ റൂമിനകത്തുണ്ടായിരുന്നു. ഇത് നമുക്ക് ആ പ്രായത്തിൽ കിട്ടിയ ഒരു ബന്ധമാണ് വരുന്നത്. ഇപ്പോൾ മറ്റന്നാൾ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് തൊട്ട് പഠിച്ച 43 പേര് കോർപ്പറേഷൻ ഓഫീസിൽ കാണാൻ വരികയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അതായത് 45-48 വർഷം മുമ്പ് ഒരുമിച്ച് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചവരാണ് വരുന്നത്. ഇതൊക്കെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ഒരു ഹൃദയബന്ധമാണ്. നിങ്ങൾ ആ പ്രായത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊന്നും ജനിച്ച സമയത്തല്ല നിങ്ങൾ. അതിനേക്കാൾ കൂടുതൽ ടെക്നോളജി, സാങ്കേതികവിദ്യ വളർന്ന ഘട്ടത്തിലാണ്. ലോകത്തിലുള്ള എല്ലാ അറിവും വിരൽ തുമ്പിൽ ലഭിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ സുഹൃത്താണിരിക്കുന്ന ഫസില മാഡം ഒക്കെ തന്നെ, ഞാനിവിടെ വന്നപ്പോൾ തന്നെ സ്കൂളിൻ്റെ കുറേ ആവശ്യങ്ങൾ, നിങ്ങളുടെ PTA പ്രസിഡൻ്റൊക്കെ തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, കുറേ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് അന്വേഷിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മുടെ നല്ല ജനപ്രതിനിധിയാണ് മായ 2ാമത്തെ ടേമാണ് ജയിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന വ്യക്തിയാണ്. ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന കൗൺസിലറാണ്.
കൗൺസിലർ വഴി ഒരു ലെറ്റർ ഹെഡിൽ തന്നാൽ ഞാൻ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ സ്കൂളിലേക്ക് അയക്കാം. 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കും. അദ്ദേഹവും മായയും കൂടി സ്കൂളിൽ വരും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഏത് തരത്തിലാണ് കോർപ്പറേഷന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കൗൺസിലറുടെ കൂടെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അക്കാര്യങ്ങളൊക്കെ സഹായിക്കാം. വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കുറച്ചുകൂടി 1 മാസം കഴിയുമ്പോൾ എല്ലാം ഒന്ന് നോർമലാവും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ വരാൻ സാധ്യതയിലുള്ള എല്ലാ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ജീവിതം, എല്ലാവർക്കും അനന്തമായ സാധ്യതകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ സാധ്യതകളും ഇപ്പോൾ സ്പേസിൽ പോയ ശുഭാംശു ശുക്ല തിരുവനന്തപുരത്തുള്ളവരുമായിട്ട് സംസാരിക്കുക. മനസ്സിലാക്കണം, ആ ഒരു അമേരിക്ക ചോദിക്കുകയാണ്, ഇത്രയും കുറഞ്ഞ ചെലവിൽ ആകാശത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് വെഹിക്കിൾ അയക്കാൻ സാധിക്കുന്നത്? അമേരിക്ക നാസ ഇന്ത്യയോട് ചോദിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സാധ്യതകളൊക്കെ തന്നെ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും മേയർക്ക് ഒരു അത്യുഗ്രൻ വരവേൽപ്പാണ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ഒരുക്കിയത്. അതുകൂടാതെ ഈ വിദ്യാലയത്തിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രാഥമിക ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ മേയർ വിശദമായി ചർച്ച ചെയ്യാമെന്ന് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താമെന്നും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ വിദ്യാലയത്തിന് ഒരുക്കി നൽകുമെന്നും മേയർ നിലവിലിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.